പത്തനംതിട്ട റാന്നിയിൽ പമ്പാനദിയിൽ 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം വരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, ആരുടെ മൃതദേഹമാണ് ഈ കണ്ടെടുത്തത്? ആളുകളെ തിരിച്ചറിയാനായിട്ടുണ്ടോ? 3 പേരാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ വടശ്ശേരിക്കര പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ മകൾ നിരഞ്ജന, 17 വയസ്സാണ് പ്രായം. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഗൗതം സുനിൽകുമാർ. ഇതാണ് 3 പേർ. അതിൽ ഗൗതം സുനിൽകുമാറിൻ്റെ മൃതദേഹമാണ് ലഭിച്ചത് എന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വലിയ തോതിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ഒരു തിരച്ചിൽ നടത്തി. അപ്പോൾ കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം ഇപ്പോൾ ഈ മേഖലയിൽ ഊളികിട്ടുകൊണ്ട് മുങ്ങിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പേരുവിവരങ്ങൾ മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ ഉച്ചയോടുകൂടി ഇവിടെ കുളിക്കാൻ ഇറങ്ങിയതാണ് എന്ന വിവരമാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തമായ അടിയൊഴുക്ക് ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പമ്പാ നദിയിൽ മറ്റു മേഖലകളിലേക്കാൾ കൂടുതൽ വെള്ളം ഈ പ്രദേശത്ത് ഉണ്ട്. പമ്പ് ഹൗസ് അടക്കമുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള അടിയൊഴുക്ക് ഈ മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി അതിൻ്റെ ഒക്കെ ഭാഗമായുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ ശ്രീജിത്ത്, ഈ സ്ഥിരം അപകട മേഖലയായ ഒരു കടവാണോ അത്? നാട്ടുകാരെന്താണ് പറയുന്നത്? പത്തനംതിട്ട റാന്നി ചിന്നക്കടവിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ബന്ധുക്കളാണ് ഈ മൂവരും. അതിലൊരു പെൺകുട്ടിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധർ അവിടെ തെരച്ചിൽ തുടരുകയാണ്. ജലനിരപ്പ് അധികമില്ലെങ്കിൽ പോലും അടിയൊഴുക്ക് ശക്തമായ ഇടമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മറ്റ് 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. റാന്നി പമ്പാ നദിയിലാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. വടശ്ശേരിക്കര സ്വദേശികളാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ആദ്യം ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മറ്റ് 2 പേരും കൂടി ഒഴുക്കിൽപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കാര്യമായ തെരച്ചിൽ തുടരുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനോ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഫയർഫോഴ്സിൻ്റെയും സ്കൂബ ടീമും എത്തിയ ശേഷമാണ് കാര്യമായ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണ് ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ അവിടെ തുടരുന്നു എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം. റാന്നി ചിന്നക്കടവിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ശ്രീജിത്ത്, ആ പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ഇതൊരു സ്ഥിരം അപകട മേഖലയോ മറ്റോ ആണോ? അതൊരു ആളുകളൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങുന്ന ഒരു കുളിക്കടവായിരുന്നു അത്? കാര്യമായ രീതിയിൽ ആളുകൾ കുളിക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ കുളിക്കാനായി സാധാരണയായി ആളുകൾ ഇറങ്ങുന്നൊരു പ്രദേശം അല്ലേ ചേട്ടാ? കുളിക്കാനായിട്ട് ആളുകൾ ഇറങ്ങുന്നൊരു മേഖലയാണ്. അതെ അതെ. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ വലിയ ഒഴുക്കും കാര്യവും ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഈ ഭാഗം ഒരു ഇലം കുഴി എന്നുള്ളതേ ഉള്ളൂ. ഇവർ എവിടുത്തുകാരാണെന്നാണ് ഏറ്റവും ഒടുവിൽ? ഇവരിവിടെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുക. 3 പേരായിരുന്നു അല്ലേ? എന്താ ഞാൻ എത്ര പേരാന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്താ ഞാനിപ്പോൾ പറഞ്ഞു കേട്ട് വന്നതാണ്. സാധാരണ അങ്ങനെ ആളുകൾ കുളിക്കുന്നൊരു മേഖല തന്നെയാണ്. തീർച്ചയായും കുളിക്കുന്ന ഒരു മേഖല തന്നെയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലാണല്ലേ ആ തെരച്ചിലൊക്കെ തന്നെ ആ മേഖലയിൽ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പമ്പാ നദിക്കരയിൽ കാര്യമായ രീതിയിൽ ഒരു
ഈ പറയുന്നത് പോലെ കാര്യമായ രീതിയിൽ പമ്പാ നദിയിൽ വെള്ളം ഇല്ലാത്തൊരു അവസരം ആണ്. പക്ഷേ ഈ മേഖലയിൽ ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള അടിയൊഴുക്കും അതുപോലെ തന്നെ ചുഴികളും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂബ സംഘവും ഒക്കെ തന്നെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ആളുകളെയും ഉടൻ തന്നെ കണ്ടെത്താവുന്നൊരു പ്രതീക്ഷയാണ്. ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പുതുശ്ശേരിമല സ്വദേശി അനിൽ, അതുപോലെ തന്നെ മകൾ സഹോദരൻ്റെ മകൻ ഗൗതം സുനിൽ എന്നീ 3 പേരുകളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഗൗതം സുനിൽകുമാറിൻ്റെ മൃതദേഹമാണ്. 15 വയസ്സാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊരു വിവരം ഏറ്റവും ഒടുവിൽ നാട്ടുകാർ നൽകുന്നുണ്ട്. ആ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് മറ്റു 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ. ശരി ശ്രീജിത്ത്, പമ്പാ നദിയിൽ റാന്നിയിലാണ് ഈ അപകടമുണ്ടായത്. 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ബന്ധുക്കളാണ് എല്ലാവരും. മറ്റ് 2 പേരുടെ, ഒരു പെൺകുട്ടിയും ഒപ്പം മുതിർന്ന ഒരു പുരുഷൻ്റെയും, ഇവരെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതിനുള്ള തെരച്ചിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. അവിടെ ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.